ജയപ്രസാദ് സാറേ, തമിഴ്നാട്ടിലെ ഇടഞ്ഞത്തെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഉദ്വേഗഭരിതമാണ്. ഡി എം കെക്ക് തുടരാൻ കഴിയുമോ എന്നുള്ള വലിയ സസ്പെൻസാണ്. സാധാരണഗതിയിൽ അത് ഉണ്ടാവാറില്ല. കാരണം അടുത്തതും തുടർഭരണം തന്നെ വരുമെന്നൊരു ഏകദേശ കണക്ക് നമുക്കുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെയല്ല. രാഷ്ട്രീയ ചിത്രം ആകെപ്പാടെ മാറി മറിഞ്ഞിരിക്കുന്നു. പുതിയ കക്ഷികൾ വരുന്നു. അവരെത്രമാത്രം നേടുമെന്നുള്ള ഒരു ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ഇതിനിടയ്ക്ക് വളരെ ഇപ്പം അവിടുത്തെ കൊട്ടിക്കലാശവും കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ആ സമയത്ത് എടപ്പാടി പളനിസ്വാമി പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവശ്യം BJP AIADMK കമ്പയിൻ അധികാരത്തിൽ വരും എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ സംഭവിക്കും? ഇല്ല, തമിഴ്നാട്ടിൽ ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ ആദ്യം കണ്ടതുപോലെയല്ല. തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പാദത്തിൽ നമ്മൾ കാണുന്നത് DMKക്ക് വളരെ മേൽക്കോയ്മയുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു തുടക്കത്തിൽ. ഏതാണ്ട് എല്ലാ സർവേകളും DMKക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വന്നത്. അതിന് പ്രധാന കാരണം തമിഴ്നാട് പരമ്പരാഗതമായി കേരളം തമിഴ്നാടും 1980 മുതൽ രണ്ട് മുന്നണികൾ മാറി മാറി അധികാരത്തിൽ വരും. 2016 കേരളത്തിൽ 2021 സംഭവിച്ചതുപോലെ തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് വീണ്ടും AIADMK തിരഞ്ഞെടുക്കപ്പെട്ട 2016 ജയലളിതയുടെ നേതൃത്വത്തിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ രണ്ട് മുന്നണികളായിട്ട് ഒരു ഭാഗത്ത് AIADMKയും മറുഭാഗത്ത് DMKയും ആയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് AIADMK ഭാഗത്തു നിന്ന് നേതൃത്വത്തിൽ ചെറിയ വിള്ളലുകൾ വരുന്നത്. കാരണം ജയലളിതയുടെ കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും. എന്നാൽ പോലും അവിടുത്തെ ഏറ്റവും സുശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് DMK പോലെ തന്നെയാണ്. പക്ഷേ DMKയെക്കാളും സംഘടനാ ബലം AIADMKയ്ക്ക് ഉണ്ട്. പക്ഷേ DMKയുടെ അഡ്വാൻറ്റേജ് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവിടെ താരതമ്യേന ന്യൂനപക്ഷങ്ങൾ കുറവാണെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെയും അതുപോലെ മറ്റ് ഇടതുപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും ഒക്കെ കോർത്തിണക്കി ഒരു മുന്നണിയായി നിൽക്കാൻ അവർ കഴിയുന്നു. ആ തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് AIADMK തയ്യാറായിരുന്നില്ല. അപ്പം അതുകൊണ്ട് കാരണം അവരുടെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുന്നണി ബന്ധം കൊണ്ടായിരുന്നു DMK അവിടെ കരുത്തുറ്റത്. ഇപ്പം നമ്മൾ 2001 മുതലുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ഷനിൽ DMKയ്ക്കും AIADMK 2001 DMKയ്ക്ക് 31%, AIADMKയ്ക്കും 31.4% കിട്ടി. 2006 വരുമ്പോഴത്തേക്കും DMKയ്ക്ക് 27%, AIADMK 33% കിട്ടി. 2011 DMKയ്ക്ക് 22% വോട്ട് കിട്ടിയുള്ളൂ, AIADMKയ്ക്ക് 38% കിട്ടി. 2016 AIADMK 41%, DMK അന്ന് 31%, 10% വ്യത്യാസം ഉണ്ടായിരുന്നു. DMK കുറവായിരുന്നു. വ്യക്തിപ്രഭാവങ്ങളും ബാധിക്കുന്നുണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ AIADMK ആണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2021 വരുമ്പോഴത്തേക്കും AIADMK 33%, DMK 38%. അതായത് 5% വോട്ടിന്റെ കൂടുതലുണ്ടായി. അതിലൊരു പ്രധാന കാരണം നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് നോക്കുമ്പോഴത്തേക്കും മുന്നണി എന്നുള്ള തലത്തിൽ DMK വളരെ ശക്തമായിരുന്നു. അപ്പോൾ 2021 DMK വിജയത്തിലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ മുന്നണി ഘടനയാണ്. AIADMK പരാജയമാകുന്നതിന് കാരണം AIADMK എന്നുള്ള സംഘടനയുടെ പരാജയമല്ല, മറിച്ച് അതായത് 33% വോട്ട് ഷെയർ എന്ന് പറയുന്നത് പരമ്പരാഗതമായി DMKയുടെ 6-7 തിരഞ്ഞെടുപ്പിൽ DMKയുടെ വോട്ട് ഷെയർ അതേ ലെവലിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് DMKക്ക് 38 മാറ്റിയത്. അപ്പോൾ ഇന്നത്തെ തമിഴ്നാട്ടിൽ AIADMK BJP സഖ്യം ഒരു ഭാഗത്ത്, തമിഴ്നാട് രാഷ്ട്രീയം ഇത്തവണ ശ്രദ്ധിക്കുന്നത് ഈ രണ്ട് പരമ്പരാഗത മുന്നണികൾക്ക് ബദലായി നമ്മുടെ വിജയ് എന്നുള്ള സിനിമാ താരത്തിൻ്റെ ജനകീയനായ TVKയും കൂടെ രംഗത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ TVK ഒരു ഭരണകക്ഷിയായിട്ടൊന്നും ഒരിക്കലും മാറാനും പോകുന്നില്ല. സർവേ പ്രകാരം അദ്ദേഹത്തിന് 10 സീറ്റ് മാക്സിമം ആണ്, 10-15% വോട്ട് വാങ്ങും. പക്ഷേ അതൊരു വലിയൊരു ശതമാനത്തിൽ വോട്ട് കട്ടറായി മാറും. അപ്പോൾ TVKയുടെ അനുഭാവികളിൽ വലിയൊരു ശതമാനം DMKയ്ക്ക് പോകേണ്ട വോട്ടുകൾ വരും. അതായത് വിശേഷിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, വിശേഷിച്ചും അവർ ചെറുപ്പക്കാരായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും TVKയുടെ കോൺസ്റ്റിറ്റ്യുവൻസി, പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് DMK സഖ്യത്തെ, നമ്മൾ പറയുന്ന DMK കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തെ ആയിരിക്കും. ഒരു പരിധി വരെ അത് അത്രയധികം AIADMK ബാധിക്കണമെന്നില്ല. മറ്റൊന്ന്, ശ്രീ നരേന്ദ്രമോദിക്ക് വലിയ പോപ്പുലാരിറ്റി ഉണ്ട് അവിടെ. അപ്പം BJPയും അവിടെ മോശമല്ലാത്ത രീതിയിൽ ഇപ്പം ജനകീയമായി മാറുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നണിക്ക് ഏതാണ്ട് 18-19% വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെ.
അപ്പോൾ ഈ ഇന്ന് നമ്മുടെ അമിത്ഷായൊക്കെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായൊരു മുന്നണി സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ AIADMK BJP സഖ്യം പോകുന്നത്. അതുപോലെ വനിതാ സംവരണ ബില്ലിന്റെ പരാജയം തന്നെ അവിടെ ഒരു അത് ശക്തമായി അവിടെ ഉന്നയിക്കുന്നുണ്ട്. കാരണം വനിതാ സംവരണ ബില്ല് നമ്മുടെ ഭരണഘടനാപരമായിട്ട് ലഭിക്കേണ്ടതാണ്. നമ്മുടെ യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ 84-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 2026 വരെയാണ് നമ്മൾ ഈ മണ്ഡല പുനർനിർണ്ണയം ഫ്രീസ് ചെയ്തതിൻ്റെ കാലാവധി 26-ൽ കഴിയുകയാണ്. അത് സെൻസസ് വരാത്തതുകൊണ്ട് നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഭരണഘടന അനുസരിച്ച് 2026-ൽ നമ്മൾ 50 വർഷം ആയിട്ട് ഫ്രീസ് ചെയ്തിരിക്കുന്ന മണ്ഡല പുനർനിർണ്ണയം കഴിയുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഗവൺമെൻറ് കൊണ്ടുവന്ന മണ്ഡല പുനർനിർണ്ണയത്തിൽ തമിഴ്നാട് ജനസംഖ്യാപരമായി നിയന്ത്രണം വന്നുകൊണ്ട് ഒരുപാട് സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള വാദം പൊളിച്ചുകൊണ്ടാണ് അമിത്ഷാ 50% ഇൻക്രീസ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ കൊടുത്തു. അപ്പോൾ ആ വാദത്തിന് അവിടെ പ്രസക്തി ഇല്ലാതെ വന്നു. എന്നിട്ടും ഇത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ സ്ത്രീകളെ മുന്നിൽ വരുന്നതിന് എതിരാണ് എന്നുള്ളൊരു വലിയൊരു പ്രചണ്ഡമായ പ്രചരണം ബംഗാളിലും തമിഴ്നാട്ടിലും എഫക്റ്റീവായി നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഒരാഴ്ചത്തെ നമ്മൾ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോഴും AIADMK BJP സഖ്യം ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. അതിൽ പ്രധാന കാരണം ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് അവിടെ. അതായത് നേരത്തെ AIADMK സംഘടനാപരമായ ശക്തിയും മുന്നണിപരമായ ദൗർബല്യമുണ്ടായിരുന്നു. ഇന്ന് AIADMK BJP സഖ്യം കുറച്ചുകൂടി മുന്നേറിയിട്ടുണ്ട്. മറ്റൊന്ന് TVK TVKയുടെ ജനപങ്കാളി, അവർക്കുണ്ടാകുന്ന സപ്പോർട്ട് ബേസ് എല്ലാവർക്കും ഭയമുണ്ട്. അതിൽ കൂടുതൽ ഭയം വരുന്നത് ഈ വിഭാഗങ്ങളാണ്. മാത്രമല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ DMK മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ തിരുപ്പറൽകുന്றம் ഉൾപ്പെടെയുള്ള മേഖലയിൽ നമുക്കറിയാമല്ലോ, പല വിഷയങ്ങളിലും അവർ വളരെ ബയസ്ഡ് ആയിട്ടുള്ള നിലപാടാണ് എടുത്തത്. അപ്പോൾ മാത്രമല്ല ക്ഷേത്ര ഭരണത്തിനെതിരായിട്ട് നമുക്കറിയാം. അതുപോലെ സനാതന ധർമ്മത്തെ മലേറിയോടും അല്ലെങ്കിൽ അത്രയും ക്രൂരമായ രീതിയിലൊക്കെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഉദയനിധി തന്നെ ശരീരമാശാനം ഭസ്മം പൂശിക്കുന്ന ഒരു ചിത്രവും പുതുതായിട്ട്. അപ്പോൾ ആ തരത്തിലേക്കുള്ള ഒരുപാട് വിഷയങ്ങൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഒരുപാട് അഴിമതിയിൽ മുങ്ങിയൊരു ഗവൺമെൻറ്റാണ്. ജനക്ഷേമപരമായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ നടത്തിയാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അത് AIADMK സർക്കാർ ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരുന്നത് MG രാമേന്ദ്രൻ നേതൃത്വം തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഴപ്പവും കൂടെ ഉണ്ടല്ലോ സാർ, ജയലളിത ഉൾപ്പെടെ ഫ്രീ ബീസ് ധാരാളമായിട്ട് വെക്കുക. അല്ല, ആ ഫ്രീ ബീസ് ഗുണപരമായ രീതിയിൽ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. MGRന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, സൈക്കിൾ റിക്ഷക്കാരെ എല്ലാം അവർ മോട്ടോർ റിക്ഷയാക്കി മാറ്റി, പിന്നീട് ഓട്ടോ റിക്ഷയാക്കി മാറ്റി. ഇന്ന് നമ്മൾ ബംഗാളിൽ ചെല്ലുകയാണെങ്കിൽ കൽക്കട്ട ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് മനുഷ്യൻ ചവിട്ടുന്നതും വലിക്കുന്നതുമായ റിക്ഷകൾ കാണാം. തമിഴ്നാട്ടിൽ അതില്ല. തമിഴ്നാട്ടിലെല്ലാം തന്നെ ആദ്യകാലത്ത് MGRന്റെ കാലഘട്ടത്തിലെല്ലാം തന്നെ സൈക്കിൾ, പഴയ കാലത്ത് നമ്മൾ ആദ്യം ചെന്നൈയിൽ പോകുമ്പോൾ സൈക്കിൾ റിക്ഷയിൽ മോട്ടോർ പിടിക്കാരൊരു സിനിമ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ പറയാം ഫ്രീ ബീസ് എന്നുള്ളത് അങ്ങനെ നിസ്സാരമായി കണ്ട തമിഴ്നാട്ടിൽ ഗുണപരമായ മാറ്റം, പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ. സുപ്രീം കോടതി ഇതിനെ വിമർശിച്ചു. ഫ്രീ ബീസ് അല്ല, അത് ശരിയാണ്. പക്ഷേ തമിഴ്നാട് വ്യാവസായിക വികസനം ഉണ്ടായി, ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഉണ്ടായി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടായ കാർഷിക വ്യവസായ മേഖലയിൽ ഡെവലപ്മെന്റ് ഉണ്ടായി. ഇന്ന് തമിഴ്നാട്ടിലെ ആളുകൾ ഇവിടെ ജോലിക്ക് വരില്ല. പഴയ കാലത്ത് കേരളത്തിൽ ഒരുപാട് തമിഴ്നാട് നാട്ടിൽ നിന്ന് ജോലിക്ക് വരുമായിരുന്നു. അപ്പം തമിഴ്നാട്ടിൽ വികസനവും കൂടെ ഉണ്ടായി. നമ്മൾ കേരളം പോലെയല്ല. കേരളത്തിൽ നമ്മൾ റെമിറ്റൻസിലാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. അവിടെ നാട്ടിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടായി. അതുപോലെ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാർ മേക്കിംഗ് നടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ. എല്ലാ വ്യവസായ മേഖലയിലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വികസനോന്മുഖമായിട്ടൊരു ശൈലി MGRന്റെ കാലഘട്ടം മുതൽ തുടരുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റാലിൻ്റെ സർക്കാർ വളരെ നെഗറ്റീവായ നമ്മുടെ ഭാരതീയമായ സംസ്കാരത്തെ എതിർക്കാത്ത ഒരു നെഗറ്റീവായ, അതെ, ആ തരത്തിലുള്ള ചില അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടുണ്ട്. സമാന്തരമായിട്ട് അഴിമതിയിൽ അവർ വളരെ മുന്നിലാണ്. അതാ അണ്ണാമലയാണ് അത് പൊളിച്ചത്. അപ്പോൾ അണ്ണാമലയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായി. അപ്പം BJP അവിടെ വലിയൊരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഒരു 2-3% വോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറും. അപ്പം നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇന്ന് DMKക്കില്ല. പക്ഷെ നിലവിലുള്ള സർവേ പ്രകാരം DMKക്കാണ് മേൽക്കോയ്മ. അത് പ്രധാനമായിട്ടും DMKയുടെ പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ അലയൻസും അതോടെ തന്നെ ലോക്സഭയിൽ ഉൾപ്പെടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ അവർ മുന്നിൽ വന്നതായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ
ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യത. ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ന്യൂസുകളിലെല്ലാം തന്നെ അറിയുന്നത് കാര്യമായ മാറ്റം ഉണ്ടാവും എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സെന്റ് ജോർജ് കോട്ട കുലുങ്ങും അല്ലേ? അതെ, അതായത് നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ജനവിധി പൂർണ്ണമായിട്ടും രണ്ടാമതും തുടർഭരണം ലഭിക്കുമെന്ന് ഇന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തുടർഭരണം ലഭിച്ചേക്കാം, പക്ഷേ തുടർഭരണം വരുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. ആ തരത്തിൽ ADMK BJP സഖ്യം മുന്നേറിയിട്ടുണ്ട്. സമാന്തരമായിട്ട് TVK പിടിക്കുന്ന വോട്ട് അത് 10% മുകളിൽ വോട്ട് പിടിക്കുമെന്നാണ് പല സർവേ പറഞ്ഞിരിക്കുന്നത്. അത് DMK കാര്യമായി അഫക്റ്റ് ചെയ്യുകയാണെങ്കിലും DMKയുടെ ഭാവി പോകും. മാത്രമല്ല അതിൽ ഒരു പ്രധാന കാര്യം സോഷ്യോ ബേസ്, TVKയുടെ സോഷ്യൽ ബേസിൽ പരമ്പരാഗതമായി സിനിമാ പ്രേമികളുടെ ഒരു ഇതുണ്ടാവും, വിജയ് ആരാധകർ. അതല്ലാതെ ബേസ് എന്ന് പറയുന്നത് കൂടുതലും ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബാധിക്കുകയാണെങ്കിൽ അത് DMKയുടെ ഈ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ ആയിരിക്കും ബാധിക്കുക എന്നുള്ളതാണ്. ഇപ്പം തെക്കൻ ഭാഗത്തുള്ളതാണെങ്കിൽ കോൺഗ്രസ് ഡിപ്പെൻഡ് ചെയ്യുന്ന വിഭാഗങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രൗണ്ടിലെ റിയാലിറ്റി നോക്കുമ്പോൾ BJP ADMK സഖ്യത്തിന് വളരെയധികം മുന്നേറിയിട്ടുണ്ട്. അത് വിജയത്തിൽ വരുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അടുത്ത 4-ാം തീയതി നമുക്കറിയാം, മാത്രമേ അറിയാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.